ഭാര്യമാരോടൊപ്പം സസുഖം വാഴുന്നതിനിടയിൽ ഒരു ദിവസം കൈകേയി ആര് കൈ കഴുകിന്നല്ല കൈ പക്ഷേ കൈ വിടാൻ പറഞ്ഞില്ല വരാന്ന് മിണ്ടരുത്. എന്താണോ ഇവിടെ വരുന്ന്? കുഞ്ഞലക്ഷ്മി ടീച്ചർ തലച്ച് വീണു. എന്റെ ഈശ്വര എവിടെ വരി? ഇരിക്കൂ. മാഷിന് ഭാഗ്യമുണ്ട്. വഴിപാടുകൾ നടത്തിയതൊന്നും വെറുതെ ആയില്ല. സത്യാണോ ഡോക്ടർ? യെസ്, ഷീസ് കാരിങ്. നമ്മുടെ പ്രാർത്ഥന ഈശ്വരന്മാര് കേട്ടു. കുഞ്ഞലക്ഷ്മി, നിനക്കെന്തൊരു സന്തോഷമില്ലാത്തത്? നമുക്ക് പോകാം. ഡോക്ടർക്ക് ഞാൻ എന്താ തരണ്ടേ? എനിക്കല്ല, ടീച്ചർക്കാണ് കൊടുക്കേണ്ടത്. ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. 3 മാസം ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണം. പക്ഷേ എനിക്ക് ഇത്തിരി ധൃതി കൂടിപ്പോയില്ലേ? ഏയ്, ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് വൈകി. ഞാൻ സരസ്വതിയുടെ കാര്യാ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നറിഞ്ഞെങ്കിൽ ഒരിക്കലും രണ്ടാമതൊരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എന്റെ നെഞ്ച് പടച്ചു പോയല്ലോ. താൻ എന്തായി കാണിക്കണേ? ജീപ്പ് കുറുകെ ചാടിയെന്ന് മാഷേ. തന്റെ ഒരു ബ്രേക്ക്. നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ കുഞ്ഞലക്ഷ്മി? എന്താ തോന്നണേ? സരസ്വതിയെ നമുക്ക് ഒഴിവാക്കാം. അത് വേണോ കുഞ്ഞലക്ഷ്മി? അവളുടെയും കൂടി ഐശ്വര്യം കൊണ്ടല്ലേ നമുക്ക് ഈ ഭാഗ്യം ഉണ്ടായത്. എന്നാലും ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്റെ പേരുള്ള ചേരുവാപ്പറമ്പ് മുഴുവൻ എഴുതി കൊടുക്കാം. അതൊക്കെ നമുക്ക് സാവകാശം ആലോചിക്കാം. ദേ, ഓരോന്ന് ആലോചിച്ച് നീ എന്റെ കുഞ്ഞിന്റെ സമാധാനം കെടുത്തല്ലേ. ആ വാ, പതുക്കെ കുഞ്ഞലക്ഷ്മി. ഞാൻ ഇറങ്ങിക്കോളാം. കയ്യെന്ന് വിട്. പതുക്കെ. എന്താ? സരസ്വതി കൊച്ചമ്മ തലചുറ്റി വീണു. നീ ഇത് പിടിച്ചേ. അയ്യോ എന്റെ ഈശ്വര. ശ്രുതി, വേണ്ട, കിടന്നോളൂ കിടന്നോളൂ. എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല. ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ബാലിന് ഈശ്വരാണെങ്കിലും ഉണ്ടേ. എന്നാ ഞാൻ ഇറങ്ങാ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് ജാനിയെ പറഞ്ഞു വെച്ചാ മതി. എന്റെ ഈശ്വര, തരാന്ന് വെച്ചപ്പോ നീ വാരി കോരിയാണല്ലോ തരണത്. സരസ്വതി, ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. നീ റെസ്റ്റ് എടുക്ക്, ഞാനിപ്പോ വരാം. സന്തോഷ വാർത്ത പറയാന്ന് പറഞ്ഞിട്ട് അത് ഇത്തിരി സന്തോഷമായിട്ട് പറയാം, അതല്ലേ നല്ലത്. ഒന്ന് വന്നേ. എന്താ? ആ നാണിത്തള്ളോട് പറഞ്ഞ അവരൊക്കെ ശരിയാക്കി തരും. അവരുടെ അടുത്തൊരു പച്ചമരുന്ന് പ്രയോഗമുണ്ട്. ഏയ്, പച്ചമരുന്നൊന്നും വേണ്ട. ഇതിന് ഇംഗ്ലീഷ് മരുന്നാ നല്ലത്. ഇപ്പൊ തന്നെ നമുക്ക് അവളെ ഡോക്ടറെ കൊണ്ട് കാണിക്കാം. അല്ലെങ്കിൽ എന്തിനാ ഡോക്ടറെ കൊണ്ട് കാണിക്കണേ? നിനക്ക് വാങ്ങിച്ച മരുന്ന് അവക്കും കൊടുത്താ പോരെ? ഞാൻ പറയണത് എന്താന്ന് മാഷക്ക് മനസ്സിലാവണില്ല. എനിക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ കുഞ്ഞലക്ഷ്മി. ഒരേ സമയത്ത് 2 കുട്ടികളുടെ അച്ഛനാവാൻ പോണ എന്റെ സന്തോഷം എന്താണെന്ന് നിനക്കറിയോ? നീ വന്നേടി. ഏയ്, നമുക്കിപ്പോ 2 കുട്ടികൾ വേണ്ട. നീ എന്താ ഈ പറഞ്ഞു? സരസ്വതിയുടെ കുഞ്ഞ് നമുക്ക് വേണ്ട. ഇരുചെവി അറിയാതെ നമുക്കത് ഇല്ലാതാക്കാം. ഈ സമ്മാനം തരാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നീ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചു. ഒരു കുഞ്ഞിനു വേണ്ടി നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ നീ ഇത്ര വേഗം മറന്നു അല്ലേ? ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഭജനയിരുന്നു, ശബരിമലയ്ക്ക് പോയി, പഴനി പോയി തല മുട്ടയടിച്ചു. ഇതൊക്കെ എന്തിനു വേണ്ടി? ഒരു കുഞ്ഞിനു വേണ്ടി. എന്നിട്ട് ദൈവങ്ങളെല്ലാം കൂടെ ഒരു കുഞ്ഞിനെ തരാമെന്ന് വെച്ചപ്പോ നീ അതിനെ നശിപ്പിക്കണമെന്ന് പറയാ. കല്യാണം വേണ്ട വേണ്ട എന്ന് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞു. എന്നിട്ട് നീ എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു. ഒരു കാര്യം നീ ഓർത്തോ, സരസ്വതി പ്രസവിക്കാൻ പോണ കുഞ്ഞും എന്റെ ചോര. നിന്നെ പോലെ തന്നെയാ എനിക്കവളു. രണ്ടുപേരും ട്രെയിനിങ്ങിൽ ഫസ്റ്റായി പാസ്സാവണം. ഹാർഡ് വർക്ക് ചെയ്താൽ പെട്ടെന്ന് ഉയർന്നു പോകാവുന്ന നല്ല പോസ്റ്റാണ്.
അവിടുത്തെ MD എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. കുറുപ്പ് മാഷുടെ മക്കളെന്നുള്ള അന്തസ് നിങ്ങൾ പാലിക്കണം. പാലിക്കില്ലേ? എന്റെ വശത്ത് നിന്നും അന്തസ്സില്ലാത്ത ഒരു പെരുമാറ്റം ഉണ്ടാവില്ല. എന്റെ വശത്ത് നിന്ന് ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന് അച്ഛൻ അറിയാമല്ലോ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇനി സമയം കളയണ്ട. മാധവൻകുട്ടി, ഇതെവിടെ പോകുന്നു? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലഞ്ഞിട്ടല്ല, പക്ഷെ എന്തിനെങ്കിലും അവന്റെ മുമ്പിൽ തോറ്റു എന്നറിഞ്ഞ വെട്ടി നുറുക്കിക്കളഞ്ഞ. അയ്യേ, ഏതെങ്കിലും കാര്യത്തില് നീ അവനേക്കാളും പുറകിലാന്നറിഞ്ഞാ പിന്നെ അമ്മ ജീവിച്ചിരിക്കില്ല. എന്തിനാണ് അമ്മ ഇങ്ങനെ വാശി പിടിപ്പിക്കണേ? തലയിരിക്കുമ്പോ വാലാടണ്ട. ആ ഇതെന്താ 2 കാറ്? എന്റെ മോൻ അവിടെ ചെന്ന് ഇറങ്ങുന്നതൊക്കെ അന്തസ്സിൽ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പോയി കയറടാ. നിനക്ക് അവന്റെ കാറിൽ പോയാ പോരെ? വേണ്ട, എന്റെ മോൻ എങ്ങനെ ആരുടെ അവതാരത്തിൽ പോണത് എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചെല്ല്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അവന്മാരെങ്ങാണോ ഓവർടേക്ക് ചെയ്ത് കേറിയാൽ താൻ എന്റെ കൈ മേടിക്കും. സാർ എന്ത് വർത്തമാനമായി പറഞ്ഞു? വർത്താനമൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. വണ്ടി വിട്. ഒരു കാരണവശാലും ഈ കാർ ആ കാറിന് പുറകിലാവാൻ പാടില്ല. അക്കാര്യത്തിൽ സാറ് പേടിക്കണ്ട. എന്നാ വിട്ടോ. എന്തൊരു സ്പീഡിലാ നമ്മുടെ മോൻ പോണേ ഇല്ലേ? ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യ? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. MP കൃഷ്ണൻകുട്ടി, NB മാധവൻകുട്ടി, NB കൃഷ്ണൻകുട്ടി, NB മാധവൻകുട്ടി വന്നിട്ടില്ലേ? നീ ചെളി തെറിപ്പിക്കുവല്ലടാ. ഇങ്ങോട്ടിറങ്ങാം. എന്റെ വണ്ടി നീ ഓർത്തേക്ക് അല്ലടാ. അടിയും കൊണ്ട് നോക്കിക്കാ. പോയി അടിയാ. ഞാൻ ബാലകൃഷ്ണക്കുറുപ്പിന്റെ മകനാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാനും ബാലകൃഷ്ണക്കുറുപ്പിന്റെ മകൻ തന്നെയാണ്. ഞാൻ മുന്നേറ്റ മാധവൻകുട്ടി ആണെങ്കിൽ ഇതിന് പകരം ചോദിക്കും. ഞാൻ മുന്നേറ്റ കൃഷ്ണൻകുട്ടിയാണെങ്കിൽ ഇത് പകരം എന്താ ചോദിക്കും. എന്താ പ്രശ്നം? ഇതാണ് പ്രശ്നം. നോൺസെൻസ്. ഇതെന്താ കാലത്തന്നെയാണോ? സാർ ഇവനെ പിടിച്ച് പുറത്താക്കണം. സാർ ഇവനെ പിടിച്ച് പുറത്താക്കണം. സാർ മനസ്സിലായി. അച്ചടക്കത്തോടെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണിത്. നിങ്ങളെ പോലുള്ളവരെ ഇവിടെ വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല. സാർ Get out. Both of you get out. വേണ്ട, ഇനി അധികം വിസ്തരിക്കണ്ട. അയാള് വിളിച്ചു പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. നാണക്കേട്. കുറുപ്മാഷ മക്കള്. ഇനി നിനക്കൊക്കെ വേണ്ടി ഒരുത്തന്റെ അടുക്കലും ഞാൻ റെക്കമെൻഡേഷൻ പറയില്ല. എനിക്ക് മതിയായി. പോയിക്കോ എന്റെ മുമ്പിൽ നിന്ന്. ഇതിന് മാത്രം പറയാൻ ഇവന് എന്ത് തെറ്റിയതെന്നാ? നീ ഒരുത്തിയാണ് ഇവനെ ലാളിച്ച് ഇത്രയും വഷളാക്കിയത്. വഷളാക്കെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചോളാം. അല്ലെങ്കിലും അതെ,
ഞാനും എന്റെ മോനും നിങ്ങക്ക് ചതുർത്തി കാണുന്ന പോലെയാ. വേറെ ഉണ്ടല്ലോ രണ്ടെണ്ണം നിങ്ങൾക്ക് പുന്നാരിക്കാൻ. എനിക്ക് തോന്നേ ഉള്ളൂ. എന്റെ കുഞ്ഞുലക്ഷ്മി, എനിക്ക് അവളും നീയും വേർതിരിവില്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഓ, കുറെ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇവന് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലെന്നാണോ നീ പറയണേ? വേണ്ട, എനിക്ക് വേണ്ടി അച്ഛൻ ഇനി നാണം കിടണ്ട. ആരുടെ ഔദാര്യം ഇല്ലാതെ ഒരു ജോലി എനിക്ക് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ, നീ നോക്ക്. നോക്കാം. നോക്കടാ. നോക്കും. എടാ, നോക്കാൻ. അച്ഛാ, എന്തേ നിന്റെ അച്ഛനെ ദയിപ്പിക്കാൻ സമയമായ? എനിക്കറിയില്ല. അമ്മുവിനെ കാണാൻ വരാമെന്ന് പറഞ്ഞവർ വന്നിട്ടുണ്ട്. വന്ന് അവരോട് ചോദിക്കും. നീ പോയിക്കോ, ഞാൻ എന്താ വരുന്നു. ആരാ അവളെ കാണാൻ വന്നിരിക്കണേ? കളക്ടർ? ചോദിച്ചത് കേട്ടില്ലേ? നാ ഇറങ്ങിപ്പോയോ? പിന്നെ ഇത്രയും നാളെ ജോലി ചെയ്ത് അവളെ മക്കളെ തീറ്റിപ്പോറ്റി. ഇനി ശ്രീധരമെന്നും പറഞ്ഞ 5 പൈസ ഇവിടുന്ന് കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട. നിന്റെ ഖജനാവിന്നൊന്നും വേണ്ട. എന്റെ മോൾക്ക് മംഗല്യഭാഗ്യം ഉണ്ടെങ്കിൽ അത് നടക്കും. എന്താ പേര്? അമ്മു. എത്രയല്ലാ പഠിക്കണേ? PDC കഴിഞ്ഞു. ഇപ്പൊ ടൈപ്പ് പഠിക്കുക. ടൈപ്പ് പഠിക്കുന്നത് നല്ലതാ. ടൈപ്പല്ല, ടൈപ്പ്, ടൈപ്പ് റൈറ്റിംഗ്. ആ, അതും നല്ലതാ. എന്നാൽ അമ്മുക്കുട്ടി വെക്കുള്ളൂ, നിന്ന് വേർക്കണ്ട. എന്താടി ഇത്ര ചിരിക്കാൻ? അമ്മ കേട്ടില്ലേ? നഴ്സറി പിള്ളേരോട് ചോദിക്കണ മാതിരി ഓരോ ചോദ്യങ്ങള്. ഓ, ഒരു പച്ച പരിഷ്കാരി. അതെ, നിനക്ക് ആളെ ഇഷ്ടായോ? കാഴ്ചക്ക് വലിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ല. എന്നാലും ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ സ്വഭാവം എങ്ങനെയാന്ന് ഒരു ചെറിയ ഔട്ട്ലൈൻ കിട്ടിയേനെ. ഓ, അതൊക്കെ അറിഞ്ഞിട്ടേ നിന്നെ പിടിച്ചു കൊടുക്കുന്നുള്ളൂ. ശരി. അക്കാര്യത്തില് ഞങ്ങൾക്ക് പ്രത്യേക ഡിമാൻഡുകളൊന്നുമില്ല. മാഷുടെ മകള്, അവൾക്ക് അർഹതപ്പെട്ട എന്താച്ചാ മാഷ് കൊടുക്കുക. എന്താ? അതെ. ആ. പിന്നെ മുല്ലേത്ത് തറവാട്ടുകാരുടെ അന്തസ്സുണ്ടല്ലോ, അത് മാഷ് കളഞ്ഞു കുളിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞാനൊന്ന് ആലോചിച്ചിട്ട്. പിന്നെ അധികം വൈകരുത്. ചിങ്ങം കഴിയണതിന് മുമ്പ് നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ആയിക്കോട്ടെ. എന്നാ പിന്നെ ഞങ്ങൾ വൈകിക്കണില്ല.